എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്തൊരു മന്ദബുദ്ധിയായിരുന്നു ഞാൻ ബേസിക്കലി ഒരു ഊളയായിരുന്നു. ഞാൻ സുശീല, എൻ്റെ അനിയന്റെ പേര് സുമേഷ്. ഞങ്ങളെല്ലാം വിടമാട്ടെ அப்ப நீ என்ன இங்க இருந்து எங்கேயும் போக விட மாட்டே. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை குடிச்சு ஓங்கார நடந்து மாட்டிடுவே. ശ്രീമോളെ അന്ന് ഞാൻ എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുക, ഞാൻ അടുത്ത സ്പേസ് നോക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിറ്റേന്ന് ബാഗ് കൊടുത്ത് ഞാൻ അപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിൽ എന്റെ റൂമിൽ വന്ന് കിടന്നു. ഞാനാണെങ്കിൽ റൂം ബെഡ് ഞാൻ ഒരു മനുഷ്യനായിട്ട് ഷെയർ എന്നെ വിളിച്ചു, നീ എന്നെ വിളിച്ചോണ്ടോ? തമാശക്ക് ചോദിച്ചു. ഭ്രാന്ത് പിടിച്ച മൊമെന്റിൽ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു, ഐ എം പ്ലാനിങ് ടു സെൽ മൈ ഹെയർ, ഇൻട്രസ്റ്റഡ് ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 2 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. 10,000 തുടങ്ങി 1 ലക്ഷം, 5 ലക്ഷം, 15 ലക്ഷം, 50 ലക്ഷം. അപ്പൊ എനിക്ക് എന്തോ ഒരു അപാകത പോലെ, മുടിക്കെന്തിനാ അത്ര, എന്തിനാ അങ്ങനെ പറയണേ? ഞങ്ങൾക്ക് എനിക്ക് ഒരു വിവരമില്ല ഇതിനെക്കുറിച്ച്. ഞാൻ മുഴുവൻ പറഞ്ഞ വിൽക്കണോ വേണ്ടേന്ന് ആലോചിക്കാം. നമ്മുടെ മുടി കാണുമ്പോൾ സെക്ഷലി താല്പര്യം തോന്നുന്ന ആണുങ്ങൾ, ഞാനിങ്ങനെ പറയുന്നത് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല, വീഡിയോസ് എടുക്കാൻ സമ്മതിച്ചാൽ ഇത്ര ലക്ഷം. അന്ന് അവിടുന്ന് ഇതുപോലെ സിനിമയിലേക്ക് ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീട്ടിൽ ചെന്ന് പറയുന്നത് തന്നെ എന്നെ സിനിമയിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ മോശം, എന്നെ അതിനൊന്നും വിടില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് എന്തിനാ പറയുന്നത് വെച്ചാൽ ഐ നോ എന്റെ വീട്ടിലുള്ള ഇഷ്ടമല്ല, ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പറയുന്നതാണ് അവർക്ക് സന്തോഷം എനിക്കറിയാം. റിഗ്രറ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും അന്നേ ഇങ്ങനെ എന്തിനെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല.